ഹായ് മക്കളെ. ഹായ് ഹായ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 13th ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു 18ഓളം ക്വസ്റ്റ്യൻസ് ഫിസിക്കൽ ആൻഡ് ഇൻഓർഗാനിക് ഇനോർഗാനിക് കെമിസ്ട്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ്. ക്വസ്റ്റ്യൻസിന്റെ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ സാർ ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്ത ടോപ്പിക്കിൽ തന്നെ ക്വസ്റ്റ്യൻസ്, അതായത് മാഗ്നറ്റിക് മൊമെന്റ്സ്, കോമൺ നെയിമിംഗ് ഓഫ് കോംപ്ലക്സ്, നോർമലി നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നോർമലി പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലും ഓക്കെ നോർമലി നമ്മളൊരു ചെയ്ത പാറ്റേൺ ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുള്ളൂ. വേറെ സ്പെഷ്യലായിട്ടൊരു ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല, കോമൺ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഒരു നമ്മൾ കുറെ ലൈവുകളൊക്കെ നടത്തിയല്ലോ, ആ ലൈവുകളൊക്കെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്തവർക്ക് ഏകദേശം ഫുൾ മാർക്ക് തന്നെ അതേപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏകദേശം ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത പറഞ്ഞ ടൈപ്പ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ കാണുന്നത്. അതുപോലെ പ്യൂരിഫിക്കേഷന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്രിസ്റ്റലൈസേഷൻ, സോല്യൂബിലിറ്റി ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിലുള്ള സെപ്പറേഷൻ മെത്തേഡ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ്. എല്ലാ ഭാഗത്തുനിന്നും നെയിമിംഗ് എന്നാണെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല, സാധാരണ പറയുന്ന റിയാക്ഷൻസ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫിസിക്കൽ ആൻഡ് ഇൻഓർഗാനിക് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്യാം. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഷിഫ്റ്റ് 2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, റൈറ്റ്. Why KMNO4 shows colors? നോർമലി D0 D10 അല്ലാത്ത ഏതൊരു കോമ്പൗണ്ടും കളർ കാണിക്കുകയാണെങ്കിൽ അതിന് കാരണം DD ട്രാൻസിഷൻ ആണ്. ഓക്കെ, സോ ഹിയർ അതിൽ D10 ആണെങ്കിൽ, സിങ്ക് ഒക്കെ ആണെങ്കിൽ ഈ ലാസ്റ്റ് ഓപ്ഷനും വരും എഫ് സെന്റർ അല്ല, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഓക്കെ, ഈ KMNO4 മാംഗനീസ് +7 ആണ്, K2Cr2O7 ക്രോമിയം +6 ആണ്. ഇവരൊക്കെ കളറിന് കാരണം എന്താണ്? ദാറ്റ് ഈസ് ഡ്യൂ ടു LMCT എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലേ? സോ ഈ O- മുകളിലുള്ള ചാർജ് ലിഗാൻഡ് അല്ലേ ഇത്, ദെൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദിസ് ഈസ് ഡ്യൂ ടു LMCT. കളർ ഈസ് ഡ്യൂ ടു ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. LMCT അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. LMCT ആണ് റീസൺ. LMCT ഈസ് കോൾഡ് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ്. C ഈസ് ആഡഡ് ടു ദ സൊല്യൂഷൻ A and B. എയും ബിയും ഓൾറെഡി ഉണ്ട്, അതിലേക്ക് സിയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സി എന്താ? അയാളെ എണ്ണം ബൈ ടോട്ടൽ എണ്ണം, NC ബൈ ടോട്ടൽ നമ്പർ, NC ബൈ ടോട്ടൽ നമ്പർ. So which option is correct? Then option 3 is correct. NC by Na plus, sorry, option 3 അല്ല, NC by Na plus NB plus NC. That is option 1 is correct. NC by Na plus NB plus NC. That is mole fraction. Which of the following solution has lowest ഫ്രീസിംഗ് പോയിന്റ്? ലോവസ്റ്റ് ഫ്രീസിംഗ് പോയിന്റ് ആർക്കാണ്? സിംപ്ലി ഫ്രീസിംഗ് പോയിന്റ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാടാ? ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു മൊളാലിറ്റി. സോ ഗ്ലൂക്കോസ് ആണ് ഇവിടെ, ബെൻസോയിക് ആസിഡ് ആണ്, അസറ്റിക് ആസിഡ് ആണ്, ദെൻ സൂക്രോസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഓരോ കേസും നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് എത്ര മോളാണ്? അത് ഗ്ലൂക്കോസ് 1 മോളാണ്. സോ 180 by 180 ഈസ് ഈക്വൽ ടു 1, റൈറ്റ്. സെക്കൻഡ്ലി ബെൻസോയിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് C6H5COOH ആണ്. സോ ഇത് 45, C6H5 എത്ര വരിക? 72 plus 77, 77ഉം 76ഉം 44ഉം ഓക്കെ 130, 120, സോറി 120. സോ 180 by 120 ആണ് വരുന്നത് ബെൻസോയിക് ആസിഡ്. ഓക്കെ,
ദെൻ 180 gram അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എത്ര വരുന്നടാ? കാർബൺ ഡൈ ഓക്സൈഡ് COOHന്റെ മാസ് നോക്കുകയാണെങ്കിൽ 44 + 16 ദാറ്റ് ഈസ് 60. 180/60 ഗ്രാമാണ് വരുന്നത്. ആൻഡ് ഫൈനലി സൂക്രോസ് ആണ് 180/342 ആണ്. അപ്പോൾ മൊളാലിറ്റി മീൻസ് മൊളാലിറ്റി ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. മാക്സിമം മോൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് 3 മോൾസ് ഉണ്ട് കേട്ടോ. അസറ്റിക് ആസിഡ് 3 മോൾസ് ഉണ്ട്. സോ ലോവസ്റ്റ് ഫ്രീസിങ് പോയിന്റ് അസറ്റിക് ആസിഡിനാണ്. മാക്സിമം ΔTF ആരാണോ കാണിക്കുന്നത്, മാക്സിമം ΔTF കാണിക്കുന്ന ആൾക്കാണ് ലോവസ്റ്റ് ഫ്രീസിങ് പോയിന്റ്. സോ ഹിയർ ലോവസ്റ്റ് ഫ്രീസിങ് പോയിന്റ് ഈസ് ഓപ്ഷൻ 3. ബട്ട് ഹയസ്റ്റ് ഫ്രീസിങ് പോയിന്റ് ആണ് മിനിമം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. മാക്സിമം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാണ് മിനിമം ഫ്രീസിങ് പോയിന്റ്. കാരണം ഫ്രീസിങ് പോയിന്റ് കുറയുക എന്നതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ അല്ലേടാ? ദ നെക്സ്റ്റ്, അറേഞ്ച് ദ ഫോളോയിങ് അക്കോർഡിംഗ് ടു ദർ ഡിക്രീസിങ് ഓക്സിഡൈസിങ് പവർ. ഓക്സിഡൈസിങ് പവറിന്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഓക്സിഡൈസിങ് പവറിന്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലിറ്റിന്റെ ഇൻവേഴ്സ് ഓർഡർ മതി. സ്റ്റെബിലിറ്റിന്റെ ഇൻവേഴ്സ് ഓർഡർ ആണ് നോക്കേണ്ടത്. സോ നമ്മളെ XO ബോണ്ടിൽ ക്ലോറിൻ ആണെങ്കിൽ മോർ സ്റ്റേബിൾ ആ. കാരണം എന്താ? ക്ലോറിൻ ആണെങ്കിൽ ഇവിടെ ഏത് ClO4 മൈനസിൽ പൈ ബോണ്ടിങ് ആണുള്ളത്. ക്ലോറിൻ്റെ 3p, ഓക്സിജന്റെ 2p. ഓക്കെ, റൈറ്റ്. സോ മാക്സിമം സ്റ്റേബിള് നമ്മൾ ആരെടുക്കുന്നത്? ക്ലോറിൻ്റെ ഓക്സാനയോൺസിനെയാണ് മാക്സിമം സ്റ്റേബിൾ ആക്കി എടുക്കുന്നത്. ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് വരുന്നത് ബ്രോമിനാണ്. BRO ലീസ്റ്റ് സ്റ്റേബിൾ. IO ബോണ്ടിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നോക്കുകയാണെങ്കിലും ദെൻ മോസ്റ്റ് സ്റ്റേബിൾ ഈസ് ClO4 മൈനസ് ആൻഡ് ലീസ്റ്റ് സ്റ്റേബിൾ ഈസ് BrO4 മൈനസ്. റൈറ്റ്. സോ ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ച് ഓക്സിഡൈസിങ് പവർ പറയാം, അല്ലെങ്കിൽ ഇവരെ സ്റ്റെബിലിറ്റിനെ ബേസ് ചെയ്തിട്ടും പറയാം. നമ്മൾ ഓൾറെഡി P ബ്ലോക്കിലൊക്കെ നമ്മൾ പറയാറുണ്ട് ബ്രോമിൻ്റെ ഓക്സൈഡ് ആണ് ലീസ്റ്റ് സ്റ്റേബിൾ ഓക്സൈഡ്സ് എമംഗ് ദി ഓക്സൈഡ്സ് ഓഫ് ബ്രോമിൻ. ഹാലജൻസിന്റെ ഓക്സൈഡ്സിൽ ലീസ്റ്റ് സ്റ്റേബിൾ ബ്രോമിൻ്റെ ഓക്സൈഡ് ആണ്, മോസ്റ്റ് സ്റ്റേബിൾ ക്ലോറിൻ്റെ ഓക്സൈഡ് ആണ്. ഓക്കെ, സോ ഹിയർ നമുക്ക് മോസ്റ്റും ലീസ്റ്റും കിട്ടി. വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? മോസ്റ്റ് സ്റ്റേബിൾ ഈസ് വീക്കായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഓക്കെ, ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. സോ ഓപ്ഷൻ 2. ഇവരെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കമ്പയർ ചെയ്യുകയാണെങ്കിലും 1.75 ആണ് ബ്രോമിൻ്റെ വാല്യൂ വരുന്നത്. BrO4 മൈനസിന്റെ വാല്യൂ വരുന്നത് 1.75 ആണ്. ദെൻ IO4 മൈനസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ 1.65 വോൾട്ട് ആണ്. ClO4 മൈനസ് ആണെങ്കിൽ ദാറ്റ് വാല്യൂസ് 1.2 വോൾട്ട് ആണ്. ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് നമുക്ക് ഓക്സിഡൈസിങ് പവർ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓർഗാനിക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. സാലിസിലാൽഡിഹൈഡ് ഫോം ഫ്രം ഫിനോൾ ബൈ റിയാക്ടിങ് വിത്ത് ഏതർ റിയാക്ഷൻസ്. ഇതേ റിയാക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിലും കണ്ടിട്ടുണ്ടായിരുന്നു ഓർഗാനിക് കെമിസ്ട്രിയിൽ. അവിടെ എന്തായിരുന്നു? ആ പ്രോഡക്റ്റിന്റെ IUPAC നെയിം വെച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. റൈമർടൈമൻ ആയിരുന്നു, ബട്ട് ഇതേതാണ്? സാലിസിലാൽഡിഹൈഡ് ആണ് ഫോം ചെയ്തത് അല്ലേ? ഏതാ റിയാക്ഷൻസ്? സെയിം റൈമർടൈമൻ റിയാക്ഷൻസ് തന്നെയാണ്. ഏത് ഓപ്ഷൻസ്? ക്ലോറോഫോമും NaOH. ഇതേ റിയാക്ഷൻസ് ലാസ്റ്റ് ഡേ ഷിഫ്റ്റിലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ റിയേജന്റ് ചോദിച്ചു, അവിടെ പ്രോഡക്റ്റിന്റെ IUPAC നെയിം ആയിരുന്നു ചോദിച്ചത്. ദ നെക്സ്റ്റ് വൺ, ക്രോമൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് NaOH. ഓക്കെ, ടു ഫോം -NaCl. എഗെയിൻ അതിനെ വീണ്ടും റിയാക്ട് ചെയ്യിക്കുന്നു ആരുമായിട്ട്? H2SO4ഉം H2O2ഉം. എന്താണ് പ്രോഡക്റ്റ്? ക്രോമിയം കോംപ്ലക്സിനെ NaOH, നമ്മുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രി ഡയറക്റ്റ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്.
പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റ്ലി വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്രൊമൈൽ ക്ലോറൈഡും NaOH തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്നത് യെല്ലോ കളറുള്ള Na2CrO4. Na2CrO4 എന്താ കളറ്? യെല്ലോ കളർ. റൈറ്റ്. ദെൻ ഇതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആസിഡ് മീഡിയത്തിൽ H2O2 ആഡ് ചെയ്താൽ, ഇന്നലത്തെ ഷിഫ്റ്റിൽ കണ്ടു സെയിം ക്വസ്റ്റ്യൻസ്, നമുക്ക് എന്താ ഉണ്ടാവുന്നത്? CrO5. CrO5ന്റെ പ്രത്യേകത എന്താടാ? CrO5 ബട്ടർഫ്ലൈ സ്ട്രക്ചർ ആണ്, ബ്ലൂ കളേർഡ് കോംപ്ലക്സ് ആണ്, ബ്ലൂ കളറാണ്, ബട്ടർഫ്ലൈ സ്ട്രക്ചർ ആണ്. സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ദിസ് ഫ്രം പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്ക്വയർ പിരമിഡൽ ഷേപ്പ്? സ്ക്വയർ പിരമിഡൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോ, ബോണ്ട് പെയർ 5 ആൻഡ് ലോൺ പെയർ 1. ദിസ് ഇസ് കാൾഡ് സ്ക്വയർ പിരമിഡൽ. 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. ഓക്കെ, അപ്പം എന്തായാലും ഈ ഓപ്ഷൻസ് അല്ല. ഇനി PCl5ലും PF5ലും ലോൺ പെയർ 0 ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് BRF5. ഓക്കെ, ദ നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ. So dipole moment is NF3 greater than NH3 is wrong. Dipole moment of NF3 is 0.21 dB and NH3 is approximately 1.47 dB. Why? NH3 cancellation illa, NF3 cancellation വരുന്നുണ്ട്. NH3 complete ഒരു ഡയറക്ഷൻ ആണ്. NH3 ആണെങ്കിൽ കംപ്ലീറ്റ് എങ്ങോട്ടാ? മുകളിലോട്ടാ. NF3യുടെ കേസിലോ നൈട്രജൻ ഫ്ലൂറിൻ താഴോട്ടും ലോൺ പെയറിൻ്റെത് മുകളിലോട്ടും ക്യാൻസലേഷൻ വരും. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ഏറ്റവും കൂടുതൽ NH3ക്കാണ്, NF3യേക്കാളും. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്. അപ്പോൾ ഇത് രണ്ടുമല്ല. Lone pair in NH3 is not in the direction of resultant bond dipole, while in case of NF3 the lone pair of dipole in the direction of resultant dipole. തെറ്റല്ലേ അത്? NH3യുടെ ലോൺ പെയർ ആണ് റിസൾട്ടന്റ് ഡൈപോളിന്റെ ഡയറക്ഷനിൽ. ഇത് NH3 ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? NF3 ആണെങ്കിൽ ദാ നേരെ താഴോട്ട് വരും. ഇത് മൂന്നും താഴോട്ട്. ഈ ഡൈപോൾ എങ്ങോട്ടാ? ഡൈപോൾ മുകളിലേക്ക്. അപ്പോൾ NH3യും NF3യും ഇതാ ഇങ്ങനെ. ഓക്കെ, ക്യാൻസലേഷൻ. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് 1ഉം ഫാൾസ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം ഫാൾസ് ആണ്. സോ 1 and 2 ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫാൾസ് ആണ്. റൈറ്റ്. അപ്പോൾ ഓക്കെ മക്കളെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The magnetic moment due to the motion of the electrons in nth orbit of Bohr atom is proportional to n raised to x. പ്രീവിയസ് ഇയർലി കണ്ട ക്വസ്റ്റ്യൻസ് ആണിത്. n raised to x. The value of x is, ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് എഴുതാം. മാഗ്നറ്റിക് മൊമെന്റ് mu is equal to എന്താ ഇക്വേഷൻ? കറണ്ട് I ഇൻറ്റു ഏരിയ. I എങ്ങനെ കാണുന്നടാ? I ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ പറയും I is equal to ചാർജ് ബൈ പീരിയഡ് ആണ് എടുക്കുന്നത്. ചാർജിനെ -e ആക്കി എടുക്കും, ടൈം പീരിയഡിനെ 2πr/v ആക്കി എടുക്കും. ദാറ്റ് ഈസ് I is equal to എന്തായടാ? I is equal to -ev/2πr. ഏരിയ πr² ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? മാഗ്നറ്റിക് മൊമെന്റ് mu is equal to I ev/2πr into area is equal to, ഓക്കെ, ഇൻറ്റു ഏരിയ is equal to πr². ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ റിമെയിൻസ് എന്താ ബാക്കി വരുന്നത്? റിമെയിൻസ് -EVR/2. ഞാൻ ബോത്ത് സൈഡ് m വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ mu is equal to minus E/2m into MVR. റെഡി അല്ലേ? സോ വാട്ട് ഈസ് MVR? NH/2π
MVR എന്താടാ? NH/2π. സോ ഈ MVR നമുക്ക് എന്ത് എഴുതാം? MVR ഈക്വൽ ടു NH/2π ആണ്. NH/2π. ദാറ്റ് മീൻസ് ഈ മാഗ്നറ്റിക് മൊമെന്റും ഈ എന്നും തമ്മിൽ എങ്ങനെ റിലേഷൻസ്? ദാറ്റ് ഈസ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N. മാഗ്നറ്റിക് മൊമെന്റ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N വേർ X is equal to എന്താ വരികടാ അപ്പം? ദെൻ ഓപ്ഷൻ 2 N⁻⁴. where X is equal to N⁻⁴. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഇക്വേഷനിലേക്ക് വന്ന വഴി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. മ്യൂസ് ഈക്വൽ ടു -E/2m into MVR, where MVR equal to NH/2π. So magnetic moment is directly proportional to N. N. Okay. The next one. H2TE more acidic than H2S. H2TE more acidic than H2S എന്നാണ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഒരു ഹൈഡ്രൈഡ്, ഏതൊരു ഹൈഡ്രൈഡ് എടുത്താലും ഡൗൺ ദ ഗ്രൂപ്പ് പോയാൽ എന്താ സംഭവിക്കടാ? ഡൗൺ ദ ഗ്രൂപ്പ് ബോണ്ട് ലെങ്ത് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ ആസിഡിന്റെ പവർ കൂടും. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ ആസിഡിന്റെ പവർ കൂടും. സോ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം. ടെലൂറിയത്തിന്റെ ഹൈഡ്രൈഡ് ആണ് മോർ അസിഡിക്. എന്താ കാരണം? ടെലൂറിയത്തിന്റെ ലെങ്ത് ആണ് കൂടുതൽ. ടെലൂറിയത്തിന് ലെങ്ത് കൂടുതലാണ്. ടെലൂറിയത്തിന് ലെങ്ത് കൂടുമ്പോൾ പെട്ടെന്ന് H+ കൊടുക്കാൻ, ലെങ്ത് കൂടുമ്പോൾ സ്ട്രെങ്ത് കുറയും. അപ്പോൾ H+ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താടാ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. H2S more bond BDE, more bond dissociation enthalpy ആട്ടോ BDE. H2TE has more bond dissociation enthalpy than H2S. തെറ്റല്ലേ? ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറവുള്ള ആളല്ലേ സ്ട്രോങ് ആസിഡ്. നേരെ തിരിച്ചാണ് സ്റ്റേറ്റ്മെന്റ് വരേണ്ടത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ്. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് Mn2CO10? നമ്മൾ ഇന്നലത്തെ ഷിഫ്റ്റിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. Mn2CO10 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഒക്ടാഹെഡ്രൽ കൂട്ടി വരച്ചാൽ മതി. 2 ഒക്ടാഹെഡ്രൽ കൂട്ടി വരച്ചിട്ട് MN ബോണ്ട് ഇട്ട് കൊടുക്കുക. സോ ദിസ് ഇസ് കറക്റ്റ്. CO 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 CO. ദിസ് ഇസ് Mn2CO10. എന്താ ചോദ്യം? സ്ക്വയർ പിരമിഡൽ യൂണിറ്റ് ജോയിൻഡ് ബൈ ബ്രിഡ്ജിങ് CO ലിഗാൻഡ്. ദിസ് 2 സ്ക്വയർ പിരമിഡൽ അല്ല, 2 സ്ക്വയർ ബൈപിരമിഡൽ ആണ് കേട്ടോ ഇത്. 2 സ്ക്വയർ ബൈപിരമിഡൽ യൂണിറ്റ്സ്. 2 സ്ക്വയർ ബൈപിരമിഡൽ യൂണിറ്റ്സ് ആർ ജോയിൻഡ് ബൈ MN bond. So that is option 2 is correct answer. 2 octahedral കൂട്ടി വരച്ച 2 സ്ക്വയർ പിരമിഡൽ ജോയിന്റ് ആയില്ലേ? ഓക്കെ. The next question. There is a regular increase in chemical reactivity from group 1 to 18. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. There is a regular increase in chemical reactivity. പറയാൻ പറ്റൂടാ? കെമിക്കൽ റിയാക്ടിവിറ്റി റെഗുലർ ഇൻക്രീസ് ആണോ ഗ്രൂപ്പ് 1 മുതൽ 18 വരെ? അല്ല. മെറ്റൽസിന്റെ റിയാക്ടിവിറ്റിയും നോൺ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്. സോ ഒരു റെഗുലർ ഇൻക്രീസ് അല്ല റിയാക്ടിവിറ്റിയിൽ കാണിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഓക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആർ ബേസിക്. ഗ്രൂപ്പ് 1 മെറ്റൽസ് ആണ്. മെറ്റൽസിന്റെ ഓക്സൈഡ്സ് ഒക്കെ ബേസിക് ആണ്, കൺഫ്യൂഷൻസ് ഇല്ല. ആൻഡ് ഓക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 17, ഗ്രൂപ്പ് 17 ഇസ് ഓവറോൾ നോൺ മെറ്റൽസ് ആണ്. എല്ലാവരും നോൺ മെറ്റൽസ് ആണ്. ഈ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ അസിഡിക്കും മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ ബേസിക്കും ആണ്. അതുകൊണ്ട് കോമൺ ട്രെൻഡ് ആണത്. സോ ദാറ്റ്സ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 1 ഫാൾസ്, 2 ട്രൂ. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ദ നെക്സ്റ്റ് വൺ കെമിക്കൽ കൈനറ്റിക്സ് എന്നാണ് ക്വസ്റ്റ്യൻസ്. ഒരു റിയാക്ഷൻ തന്നു, എന്നിട്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷനും തന്നു അല്ലേ? ആഫ്റ്റർ 30 സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ. നമ്മൾ ഈ റേറ്റ് വെച്ചിട്ട് അയാളെ റേറ്റ് എക്സ്പ്രഷൻ ഒന്ന് എഴുതി നോക്കുക അല്ലേ? -d/dt of N2O4 is equal to 1/2 into d/dt of NO2.
മക്കളെ എന്താ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് d/dt ഓഫ് NO2 ചോദിച്ചത്. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 മീൻസ് ദിസ് ഇസ് കാൾഡ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2. d/dt ഓഫ് NO2 നമുക്ക് കാണാം. d/dt ഓഫ് NO2 is equal to 2 into minus d/dt ഓഫ് N2O4. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്, ചോദിച്ചത് മിനിറ്റിലാണ്. കണ്ടോ, ഇവിടെ സെക്കൻഡാണ് തന്നത്, ചോദ്യം മിനിറ്റ് ഇൻവേഴ്സിലാണ്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് തുടങ്ങിയേക്കാം 2 into d/dt ഓഫ് N2O4 എത്ര? ഇനീഷ്യൽ മൈനസ് അങ്ങനല്ല, R2 മൈനസ് R1 ബൈ T2 മൈനസ് T1. R2 രണ്ടാമത്തെ കോൺസെൻട്രേഷൻ, ഒന്നാമത്തെ കോൺസെൻട്രേഷൻ. സോ സെക്കൻഡ് മൈനസ് 1, 3 മോളാർ N2O4 അല്ലേ തന്നത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 3 മോളാർ, ഫൈനൽ കോൺസെൻട്രേഷൻ എന്താണ്? ദാറ്റ് ഈസ് 2.75. ദാറ്റ് ഈസ് മൈനസ്, ഓൾറെഡി മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -25 ഡിവൈഡഡ് ബൈ ടൈം എത്ര? 30 സെക്കൻഡ് ആണ്. ആ സെക്കൻഡിനെ ഞാൻ എന്തിലേക്ക് മാറ്റണം? മിനിറ്റിലേക്ക് മാറ്റണം. സെക്കൻഡ് മിനിറ്റിലേക്ക് മാറ്റുമ്പം ബൈ 60 വരും. അപ്പം ഞാൻ മുകളിലോട്ട് കൊണ്ടുപോവാം, ഇൻറ്റു 60 ആക്കാം. ക്ലിയർ? റെഡി അല്ലേ? ഇപ്പം മിനിറ്റിലേക്ക് വന്നു. 60 30 ക്യാൻസൽ ചെയ്ത് 2 into 2 4 ആണ്. 4 into 0.25, 4 into 0.25 means ആൻസർ 1 ആണ്. സോ ഹിയർ ആൻസർ 1. ക്ലിയർ അല്ലേ? 2 into 2 4, 4 into 0.25, that is 1. So here answer is 1. Confusion illilla? The next one. How many of the following shows disproportionation? Disproportionation കാണിക്കാരാ? So highest oxidation numberും lowest oxidation numberും, ഈ രണ്ട് ഓക്സിഡേഷൻ നമ്പർ നോക്കുക. ഹയസ്റ്റും ലോവസ്റ്റും. ഹയസ്റ്റ് ഓൺലി ഹയസ്റ്റ് ആണെങ്കിൽ, ലോവസ്റ്റ് ആണെങ്കിൽ, ഹയസ്റ്റ് ഇനി കുറയാനേ പറ്റുള്ളൂ. ഹയസ്റ്റ് ഉള്ള ആൾ ഓൺലി അണ്ടർഗോ റിഡക്ഷൻ, ഇയാൾക്ക് റിഡക്ഷൻ മാത്രം, ഇയാൾക്കോ ഓക്സിഡേഷൻ മാത്രം. ഇതിൻ്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് കാണിക്കുന്ന ആളാണ് ഡിസ്പ്രപ്പോസിനേഷൻ കാണിക്കാറുള്ളത്. മാക്സിമം ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പറോ ലോവസ്റ്റ് ഓക്സിഡേഷൻ നമ്പറോ കാണിക്കുന്ന ആളുകൾക്ക് ഡിസ്പ്രപ്പോസിനേഷൻ ഇല്ല. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ നമ്പറിലാണ് ഡിസ്പ്രപ്പോസിനേഷൻസ് കോമൺലി വരാറുള്ളത്. H2O2 ക്ലിയർ, നമ്മൾ കോമൺ എക്സാമ്പിൾ ആണ്. ഓക്സിജൻ -2 ആണ്. -2 to +2 വരെ പോവാം ഓക്സിജന്. സോ കാണിക്കും. സിൽവറിന്റെ പ്രശ്നം എന്താ? സിൽവർ ഏജ് മെറ്റലാണ്. ഈ മെറ്റൽസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നെഗറ്റീവ് പോസിബിൾ അല്ല. മെറ്റൽസിന് നെഗറ്റീവ് പോസിബിൾ അല്ല. അതുകൊണ്ട് സിൽവറിന് 0 to 2 വരെ പോകാൻ പറ്റും. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. മെറ്റലിന്റെ കേസിൽ സിൽവറും മെർക്കുറിയും ഒക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സെഷന്റെ ക്വസ്റ്റ്യൻസിൽ. അപ്പൊ സിൽവറിനില്ല. ദെൻ കോപ്പർ +1 പറ്റും. കോപ്പറിന്റെ കേസിൽ എങ്ങനെയാടാ? കോപ്പർ 0 to +2 പോസിബിളാ. അപ്പൊ കോപ്പർ +1 കോപ്പർ +2 ആകും. അതേസമയം കോപ്പർ 0 ആകും. ഷോസ് ഡിസ്പ്രപ്പോസിനേഷൻ. പൊട്ടാഷ്യം +1 നടക്കുമോ? പൊട്ടാഷ്യം +1ന്റെ പ്രത്യേകത എന്താടാ? പൊട്ടാഷ്യം +1ഉം 0 ഉള്ളൂ. പിന്നെ അവിടെ എന്താ? ദ അണ്ടർഗോ റിഡക്ഷൻ. സോ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പറയാം, കാണിക്കില്ല. ഫ്ലൂറിൻ പറ്റില്ല. ഫ്ലൂറിന്റെ പ്രശ്നം, ഫ്ലൂറിൻ 0 to -1 ആണ്. ഫ്ലൂറിൻ 0ഉം -1ഉം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫ്ലൂറിനും നടക്കൂല. പക്ഷെ ക്ലോറിൻ പോസിബിളാ. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഏതാടാ? ക്ലോറിൻ -1 to +7 പോസിബിളാ. ക്ലോറിനിൽ -1 to +1 +7 പോസിബിളാ. ഇവിടെ ക്ലോറിൻ 0 ആണ്. സോ ക്ലോറിൻ കാണിക്കും. ക്ലോറിൻ ഷോസ് ഡിസ്പ്രപ്പോസിനേഷൻസ്. നെക്സ്റ്റ് ClO3-. ClO3യിലെ ക്ലോറിൻ +5 ആ. സോ +5 ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം? സോ -1 മുതൽ +7 വരെ കാണിക്കാം. അപ്പൊ 4 പേര് കാണിക്കും. 1 2 3 4. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ്, കറക്റ്റ് ആൻസർ ഈസ് 4. കറക്റ്റ് ആൻസർ 4 ആണ്. റൈറ്റ്. The next. So number of elements which give flame test from the following. Okay.
ഫ്ലെയിം ടെസ്റ്റ് തരുന്നവർ ആരൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻസ്. സ്ട്രോൺഷ്യം ഓക്കെ, ഫ്ലെയിം ടെസ്റ്റ് തരും. സ്ട്രോൺഷ്യത്തിന്റെ കളർ എന്താ? സ്ട്രോൺഷ്യത്തിന്റെ കളർ ക്രിംസൺ റെഡ് ആണ്. ക്രിംസൺ റെഡ് ആണ്. കോപ്പർ ഓക്കെ, കോപ്പറും ഫ്ലെയിം ടെസ്റ്റിന് ആൻസർ തരാറുണ്ട്. കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ ഏതാ? ഫ്ലെയിം ടെസ്റ്റിൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളർ നമ്മൾ നോർമലി പറയാറുണ്ട് ഒരു ബ്ലൂ എഡ്ജ്ഡ് അല്ലെ ഗ്രീൻ വിത്ത് ബ്ലൂ സെന്റർ. ഓക്കെ, ഗ്രീൻ ആണ്. കൊബാൾട്ടിനില്ല. കാൽഷ്യം ബ്രിക്ക് റെഡ് ആണ്. നിക്കലിനില്ല. പിന്നെ വരുന്നത് അയൺ ആണ്. അയൺ നോർമലി ഫ്ലെയിം ടെസ്റ്റ് നോർമൽ ഹീറ്റിങ്ങിൽ ആൻസർ തരാറില്ല. പക്ഷെ അയണിന് ഇലക്ട്രിക് ആർക്കിൽ വെച്ച് ഹീറ്റ് ചെയ്താൽ ഒരു ബ്രൈറ്റ് ബ്ലൂ കളർ കിട്ടാറുണ്ട്. ഇലക്ട്രിക് ആർക്കാണെങ്കിൽ ഒരു ബ്രൈറ്റ് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അയൺ. ഇലക്ട്രിക് ആർക്കാണെങ്കിൽ ബ്രൈറ്റ് ബ്ലൂ കളർ. സോ ഹിയർ 4. Right. The next one. How many spectral lines are obtained when electron He plus jump N5 to N1? എങ്ങനെ number of lines കാണാനുള്ള equations? Number of spectral line is equal to delta n into delta n plus 1 by 2. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് നോക്കിയാൽ മതി. ചേഞ്ച് എത്ര? 5 to 1 ആണ്. അപ്പം 4 ഇൻറ്റു 3/2. സോ ആൻസർ ഈസ് 6. 4 into 3 by 2. 4 delta n plus 1, right? 4 into 5 by 2, that is 10. 10 lines ആണ് ട്ടോ. So here answer is 10. And the next question, what is the value of enthalpy change for the given reaction? ആ given reaction നോക്കിയേ, ഇതാണ് given reaction. ഫസ്റ്റ് ഇക്വേഷൻ എനിക്ക് വേണ്ടത് ആരെയാണ്? എഫിനെ. അത് നേരെ റിവേഴ്സ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എൻതാൽപ്പി ഇത് നേരെ റിവേഴ്സ് ചെയ്തല്ലിട്ടത്. ഇവിടെ എഫ് ഇവിടെ ഉണ്ടോ? ഈക്വേഷൻ എഫ് ഇവിടെ, ഈക്വേഷൻ എഫ് ഇവിടെ. അപ്പോൾ സാധനം റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തപ്പം 824 ആയി. സെക്കൻഡ് ഇക്വേഷൻ എനിക്ക് വേണ്ടത് 3 കാർബൺ. സോ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, ഇവിടെ 3 കാർബൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനോട് -330 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആൻസർ കിട്ടി 824 - 330. That is 494. So here answer is 494. 834 494. No problem. 494 is correct answer. Okay. ഇനി വരുന്നത് ഓർഗാനിക് ക്വസ്റ്റ്യൻസ് ആണ്. സാർ ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ ഫിസിക്കൽ ആൻഡ് ഇൻഓർഗാനിക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഷിഫ്റ്റിലെ ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കവർ ചെയ്യാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഫോർ ദി ഗിവൺ കാർബോക്കേറ്റോൺ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നോർമലി നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ പഠിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. മീഥൈൽ കാർബോക്കേറ്റോൺ ഉണ്ട്, പ്രൈമറി കാർബോക്കേറ്റോൺ ഉണ്ട്, സെക്കൻഡറി കാർബോക്കേറ്റോൺ ഉണ്ട്, ടെർഷറി ഉണ്ട്. ടെർഷറി അല്ലേ മോർ സ്റ്റേബിൾ, ഹൈപ്പർ കോഞ്ചുഗേഷൻ വെച്ചിട്ടും പ്ലസ് ഐ എഫക്ട് വെച്ചിട്ടും ഒക്കെ പറയാം അല്ലേ. 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ടെർഷറിയിൽ ഇലക്ട്രോൺ കൊടുക്കാൻ. കാർബോക്കേറ്റോൺ ഇലക്ട്രോൺ കിട്ടിയാലേ സ്റ്റേബിൾ ആവുള്ളൂ. സോ ടെർഷറി കാർബോക്കേറ്റോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ. 3 ആളുകൾ അങ്ങോട്ടേക്ക് ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്, ആ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കാർബൺ. സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് ഇലക്ട്രോൺ കൊടുക്കാൻ. പിന്നെ തേർഡിലേക്ക് പ്രൈമറി കാർബോക്കേറ്റോണിലേക്ക് വരുമ്പോൾ ഒരാളെ ഇലക്ട്രോൺ കൊടുക്കാനുള്ളൂ. 4ലേക്ക് ആരും ഇലക്ട്രോൺ കൊടുക്കാനില്ല. സോ നോർമലി പറയുന്ന ഓർഡർ ആണ് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി, മീഥൈൽ കാർബോക്കേറ്റോൺ. സോ ആൻസർ ഈസ് 1 2 3 4 ഓപ്ഷൻ 2. പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ദെൻ അടുത്തത് അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1, ഹാലജൻ അറ്റാച്ച്ഡ് ടു ബൾക്കി ഗ്രൂപ്പ് അണ്ടർഗോ SN2 റിയാക്ഷൻ. അവിടെ ബൾക്കി ഗ്രൂപ്പ് വരുമ്പോൾ SN2 നടക്കാനുള്ള സാധ്യത കുറവല്ലേ? കാരണം SN2 നടക്കണമെങ്കിൽ ആദ്യം ന്യൂക്ലിയർ ഫയൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന പരിപാടിയല്ലേ SN2. ആദ്യം ന്യൂക്ലിയർ ഫയൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ആ ബോണ്ട് ഇങ്ങനെ വീക്ക് ആവും. അങ്ങനെയല്ലേ SN2 നടക്കുക. അപ്പോൾ ബൾക്കിനെസ് കൂടി കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫയലിനെ അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് SN2 നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും ബൾക്കിനെസ് കൂടി കഴിഞ്ഞാൽ. അതുകൊണ്ടല്ലേ നമ്മൾ SN2ന്റെ റിയാക്ടിവിറ്റി ഓർഡർ പ്രൈമറി, സെക്കൻഡറി, ടെർഷറിക്കാണ് ലീസ്റ്റ് റിയാക്റ്റീവ്. SN2ല് ലീസ്റ്റ് റിയാക്റ്റീവ് ടെർഷറിയാ. കാരണം ബൾക്കിനെസ് കൂടിയത് കാരണം ന്യൂക്ലിയർ ഫയലിന് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് SN2 നടക്കാറില്ല നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ബൾക്കിനെസ് വരുമ്പോൾ ഇവിടെ SN2 നടക്കുന്നവർ പറയണത് SN2 നടക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാം. സ്റ്റേറ്റ്മെന്റ്
2 ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 2, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് എക്സസ് എത്തനോൾ അണ്ടർഗോ SN1. നമ്മൾ സെക്കൻഡറിയുടെ കേസിൽ നമ്മൾ പറയാറ് അയാൾ SN1 അല്ലെങ്കിൽ SN2 ചൂസ് ചെയ്യാം. എയ്തർ SN1 ഓർ SN2 എന്നാ പറയാറ്. കാരണം സെക്കൻഡറി ആകുമ്പോൾ രണ്ടിലും അത്യാവശ്യം റിയാക്ടിവിറ്റി ഉണ്ടല്ലോ, SN1 SN2. അപ്പൊ SN1 ചൂസ് ചെയ്യാം അല്ലെങ്കിൽ SN2 ചൂസ് ചെയ്യാം. അപ്പോൾ രണ്ടും ചൂസ് ചെയ്യാറുണ്ട്. ഇവിടെ എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയാം. എത്തനോൾ ഒരു പോളാർ പ്രോട്ടിക് സോൾവെന്റാ അല്ലെ, പോളാർ ആണ്. മാത്രമല്ല അവിടെ അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് പ്രോട്ടോണെ തരാനുള്ള കഴിവുണ്ട്, H+നെ തരാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇയാൾ ഒരു പോളാർ പ്രോട്ടിക് സോൾവെന്റാ. അപ്പൊ പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണെങ്കിൽ SN1 നടക്കാനുള്ള ചാൻസ് കൂടുതൽ. പോളാർ അപ്രോട്ടിക് ആണെങ്കിലോ SN2 നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. സോ സെക്കൻഡറി ആണ്, പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണ്, അതുകൊണ്ട് SN1 കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, അല്ല സോറി, സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് കറക്റ്റാ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ 4 വിൽ ബി ദ ആൻസർ. റെഡി. ഇതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കംപ്ലീറ്റ് ദ ഫോളോവിങ് റിയാക്ഷൻ ആൻഡ് ഫൈൻഡ് മേജർ പ്രൊഡക്റ്റ് A and B. നമ്മൾ ലൈവിലൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസ് അല്ലെ, നമുക്കൊരു ആൽക്കീൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസ് എന്താ, B2H6ഉം H2O2 ബേസും കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണ്. ഇതിന് അടുത്ത കേസിൽ നമ്മൾ ആസിഡും വാട്ടറും ഒഴിക്കുകയാണ്. ദാറ്റ് ഈസ് അസിഡിക് ഹൈഡ്രേഷൻ. രണ്ടും ആൽക്കിയിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന മെത്തേഡാ. ഓർമ്മല്ലേ, രണ്ടും ആൽക്കിയിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന മെത്തേഡാണ്. പൈ ബോണ്ട് പൊട്ടും, എച്ചും OH വരും. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിലോ അസിഡിക് ഹൈഡ്രേഷൻ ആണെങ്കിലോ ഒക്കെ വാട്ടറിന്റെ അഡീഷൻ ആണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ ആന്റി മാർക്കോനിക്കോസ് അഡീഷനും അസിഡിക് ഹൈഡ്രേഷൻ ആണെങ്കിൽ മാർക്കോനിക്കോസ് അഡീഷനും ആണ്. വളരെ സിമ്പിൾ ആണ്. സോ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണ് ഫസ്റ്റ് കേസ്, ദാറ്റ് ഈസ് ആന്റി മാർക്കോനിക്കോസ് അഡീഷൻ ആ. സോ പൈ ബോണ്ട് പൊട്ടുന്നു, പൈ ബോണ്ട് പൊട്ടിയിട്ട് ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞു കൊടുത്തേക്ക് പോസിറ്റീവ് പാർട്ട് ആന്റി മാർക്കോസാ. സോ ഹൈഡ്രജൻ എണ്ണം കുറഞ്ഞു കൊടുത്തേക്ക് പോസിറ്റീവ് പാർട്ടും ഹൈഡ്രജൻ എണ്ണം കൂടി കൊടുത്തേക്ക് നെഗറ്റീവ് പാർട്ടും. വാട്ടറിലെ നെഗറ്റീവ് പാർട്ട് വാട്ടറിന്റെ അഡീഷനാ, രണ്ട് വാട്ടറിന്റെ അഡീഷനാ. അപ്പൊ ആന്റി മാർക്കോസ് ആയതുകൊണ്ട് കുറഞ്ഞു കൊടുത്തേക്ക് H+, ഹൈഡ്രജൻ എണ്ണം കൂടി കൊടുത്തേക്ക് OH-. അസിഡിക് ഹൈഡ്രേഷൻ ആകുമ്പോൾ നേരെ തിരിച്ചാ അല്ലെ, ഞാൻ B ഇവിടെ ചെയ്താ. അസിഡിക് ഹൈഡ്രേഷൻ ആകുമ്പോൾ മാർക്കോനിക്കോസ് അഡീഷൻ ഓഫ് വാട്ടർ ആണ്. സോ പൈ ബോണ്ട് പൊട്ടും, ഹൈഡ്രജൻ എണ്ണം കുറഞ്ഞു കൊടുത്തേക്ക് നെഗറ്റീവ് പാർട്ട്, ഹൈഡ്രജൻ എണ്ണം കൂടി കൊടുത്തേക്ക് പോസിറ്റീവ് പാർട്ട് H+ വരും. ഓക്കെ, അപ്പൊ ഏതാ ഓപ്ഷൻ വരിക മക്കളെ? ഓപ്ഷൻ 2 കറക്റ്റ് ആണോ? ഓപ്ഷൻ 2 അല്ലേ വരിക? ഓപ്ഷൻ 2 റെഡിയാണ്. A ആന്റി മാർക്കോസും B മാർക്കോനിക്കോസും. കറക്റ്റ് അല്ലേ? വളരെ സിമ്പിൾ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ സൊല്യൂബിലിറ്റി ഓഫ് ദി കോമ്പൗണ്ട്? സൊല്യൂബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് അതാ ക്രിസ്റ്റലൈസേഷൻ അല്ലേ? ഓർമ്മല്ലടാ, ക്രിസ്റ്റലൈസേഷൻ അല്ലേ? സൊല്യൂബിലിറ്റിയുടെ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് ക്രിസ്റ്റലൈസേഷൻ ആ. ബോയിലിംഗ് പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഡിസ്റ്റിലേഷൻ, അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ ക്രിസ്റ്റലൈസേഷൻ ആണ്. വളരെ സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ അടുത്തത് ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. നോക്കേ, ആദ്യം ബെൻസീനിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കൊടുക്കുകയാണ്. അപ്പൊ എന്തുണ്ടാവും? അവിടെ ബെൻസീനിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നൈട്രേഷൻ, നൈട്രോ ബെൻസീൻ ഉണ്ടാവും. അതിലേക്ക് നിങ്ങൾ ടിൻ ബാർ HCl കൊടുക്കുകയാണ്. ടിൻ ബാർ HCl കൊടുക്കുമ്പോൾ NO2 റെഡ്യൂസ് ചെയ്തിട്ട് അനിലിനായിട്ട് മാറും അല്ലെ? NO2യുടെ റിഡക്ഷനാ, ഓക്സിജൻ ഒക്കെ പോവാതെ ഹൈഡ്രജൻ വരും, അനിലിൻ ഉണ്ടാവും. ഇതാണ് കോമ്പൗണ്ട് A. കോമ്പൗണ്ട് A ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കോമ്പൗണ്ട് A ഇതാണ്. ഇതിലേക്ക് നിങ്ങൾ NaNO2 HCl കൊടുക്കുകയാണ്, ദെൻ ഫിനോൾ കൊടുക്കുകയാണ്. NaNO2 HCl കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഡയാസോറ്റൈസേഷൻ, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. നമുക്ക് അറിയുന്ന റിയാക്ഷനാ, ഒരു പ്രശ്നമല്ല. നമ്മൾ നോർമലി പഠിക്കുന്ന ഇമ്പോർട്ടന്റ് റിയാക്ഷൻ തന്നെയാണ്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അതിലേക്ക് ഫിനോൾ കൊടുക്കുമ്പോൾ അവിടെ കപ്ലിംഗ് റിയാക്ഷൻ നടക്കും അല്ലെ? ഫിനോൾ ആഡ് ചെയ്യാണ്, ഫിനോൾ കൊടുക്കുമ്പോൾ കപ്ലിംഗ് റിയാക്ഷൻ നടക്കും. ഫിനോൾ അല്ലേ കൊടുക്കുന്നത്? എന്താ സംഭവിക്കുക കപ്ലിംഗ് റിയാക്ഷനിൽ? ഈ ബെൻസീൻ ഡയാസോണിയം, ഇവിടുത്തെ ഇലക്ട്രോഫൈൽ, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഒരു ഇലക്ട്രോഫൈൽ ഉണ്ടല്ലോ, ബെൻസീൻ ഡയാസോണിയം എന്നുള്ള ഇലക്ട്രോഫൈൽ. അയാൾ ബെൻസീനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും, ബെൻസീന്റെ പാരാപോസിഷന് H+നെ മാറ്റിയിട്ട് ആ ഇലക്ട്രോഫൈൽ കയറും. അതല്ലേ കപ്ലിംഗ് റിയാക്ഷൻ? സോ നോക്കേ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫിനോള്. അതിന്റെ പാരാപോസിഷനിലേക്ക് ആര് വരും? ആ ബെൻസീൻ ഡയാസോണിയം കയറും, N2 എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് N, പിന്നെ അതുമാ ബെൻസീൻ റിംഗ് ഉണ്ടാവും. അപ്പോൾ ബെൻസീൻ ഡയാസോണിയം കയറി ഫിനോളിന്റെ പാരാപോസിഷനിലേക്ക്. കപ്ലിംഗ് റിയാക്ഷൻ നമുക്ക് പരിചയമുള്ള റിയാക്ഷൻ ആണ്, അതായിരിക്കും കോമ്പൗണ്ട് B വരിക. സോ ഏതാണ് ആൻസർ വരിക? ആൻസർ 1 ഓക്കെ ആണോ? A അനിലിൻ ഓക്കെ, B നോക്കാം, ഫിനോൾ ഉണ്ട്, ഫിനോളിന്റെ പാരാപോസിഷനിലേക്ക് ബെൻസീൻ ഡയാസോണിയം കയറി. ഓപ്ഷൻ 1 അല്ലേ വരിക? യെസ്, പ്രശ്നങ്ങളൊന്നുമില്ല. പാരാഹൈഡ്രോക്സിയാസോ ബെൻസീൻ. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. IUPAC നെയിം ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ ട്രിപ്പിൾ ബോണ്ടിനാണല്ലേ പ്രയോറിറ്റി, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, പിന്നെ മൾട്ടിപ്പിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി. സോ ഇവിടെ 1 2 3 4. സോ 3 മീഥൈൽ
ദെൻ ബ്യൂട്ട് 4 കാർബൺ ചെയിൻ അല്ലേ, അപ്പോൾ ബ്യൂട്ടൈൻ ബ്യൂട്ട് YN അല്ലേ, 3യിലാണ് മീഥൈൽ, ദെൻ ബ്യൂട്ട് 1 YN. സോ ആൻസർ വിൽ ബി 2. പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. സോ ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഓഫ് ദി റിയാക്ഷൻ ഓഫ് മെറ്റാക്ലോറോബെൻസാൾഡിഹൈഡ് വിത്ത് 50% KOH? ഇത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ലൈവ് സെക്ഷനിൽ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മയില്ലടാ, നമ്മൾ മെറ്റാക്ലോറോബെൻസാൾഡിഹൈഡ് എടുക്കുക, ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. മെറ്റാക്ലോറോബെൻസാൾഡിഹൈഡിലേക്ക് നമ്മൾ KOH കൊടുക്കുകയാണ്, കോൺസെൻട്രേറ്റഡ് KOH ആണ്. 50% ഓർ എബോവ് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ കാനിസാരോ റിയാക്ഷൻ ആണ് നടക്കുക. പിന്നെ മാത്രമല്ല ഇതൊരു ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൾഡിഹൈഡ് ആണല്ലോ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൾഡിഹൈഡ് ആയതുകൊണ്ട് എന്തായാലും കാനിസാരോ റിയാക്ഷൻ ആണ് നടക്കുക. കാനിസാരോ റിയാക്ഷൻ നടക്കണമെങ്കിൽ 2 മോളിക്യൂൾ എടുക്കണം, ഒരു മോളിക്യൂൾ റെഡ്യൂസ് ചെയ്യും, മറ്റേ മോളിക്യൂൾ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. അതാണ് പരിപാടി. സോ 2 മോളിക്യൂൾ എടുക്കുന്നു, ഒരു മോളിക്യൂൾ എന്ത് ചെയ്യും, ഒരു മോളിക്യൂൾ റെഡ്യൂസ് ചെയ്യും. ആൾഡിഹൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, ആൽക്കഹോൾ ആയിട്ട് മാറും. പൈ ബോണ്ട് പൊട്ടും, കാർബൺമൊക്കെ ഓക്സിജൻമൊക്കെ ഹൈഡ്രജൻ വരും. ക്ലോറിൻ അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. ദെൻ അടുത്ത മോളിക്യൂൾ, 2 മോളിക്യൂൾ എടുക്കണമല്ലോ, ഒരു മോളിക്യൂൾ റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോൾ ആവും, മറ്റേ മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആവും. ബേസ് ഉള്ളതുകൊണ്ട് അത് ഫൈനലി എന്തായിട്ട് മാറും, സാൾട്ട് ആയിട്ട് മാറും അല്ലെ. ആദ്യം ഈ ആൾഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോൾ ആവും, മറ്റേ മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് മാറുക. പക്ഷെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവും, പക്ഷെ റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലായതുകൊണ്ട് ഉണ്ടാവുന്ന കാർബോക്സിലിക് ആസിഡ് അപ്പം തന്നെ ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ എന്തായിട്ട് മാറും, സാൾട്ട് ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, കാനിസാരോ റിയാക്ഷൻ നമുക്ക് പരിചയമുള്ള റിയാക്ഷൻ ആണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ നോക്കി, ചില സ്ഥലത്ത് ഈ ക്ലോറിന് പകരം OH വന്നിട്ടുണ്ട്. ഇപ്പൊ ചില ഓപ്ഷൻസിൽ നോക്കാം, ക്ലോറിന്റെ അവിടെ ഇപ്പോൾ ഓപ്ഷൻ 2 ഒക്കെ നോക്കാം, ക്ലോറിന്റെ അവിടെ OH വരുന്ന ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ തരാനുള്ളതെന്ന് അറിയാം, അത് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ തന്നതാ. കാരണം നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ KOH കൊടുക്കുന്ന സമയത്ത് ഈ ക്ലോറിൻ അത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് അറിയണം. നിങ്ങൾ നോക്കിയേ, ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ OH വരെയുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. കാരണം നമുക്കറിയാലോ, നമ്മളൊരു ഹാലോ ആൽക്കൈലേക്ക് NaOH KOH കൊടുക്കുമ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറുണ്ട് അല്ലെ. NaOH KOH അവിടെ OH മൈനസ് ഉണ്ട്. സോ ഹാലജനെ മാറ്റിയിട്ട് അവിടെ ആര് വരും, OH മൈനസ് വരും, ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷനാ. അപ്പോൾ ഒരു ആൽക്കൈൽ ആലിഡിലേക്ക് നമ്മൾ NaOH KOH കൊടുക്കുമ്പോൾ അവിടെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാറുണ്ട്. ക്ലോറിനെ മാറ്റിയിട്ട് ഹാലജനെ മാറ്റിയിട്ട് OH വരാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കൂല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുക, അത് ഹാലോ അൽക്കൈൻ ആണെങ്കിൽ സംഭവിക്കും. പക്ഷെ ഇത് ഹാലോ അൽക്കൈൻ അല്ലല്ലോ, ഇത് ഹാലോ അരീനാണ്, ഇത് അരൈൽ ഹാലൈഡാ. അരൈൽ ഹാലൈഡിൽ ഈ ക്ലോറിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അരൈൽ ഹാലൈഡിൽ എങ്ങനെ നമ്മൾ ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? കാരണം ഇവിടെ എന്തുണ്ടാവും, പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഈ റെസൊണൻസ് കാരണം ലോൺ പെയർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കൊണ്ട് ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് അരൈൽ ഹാലൈഡിൽ നോർമൽ കണ്ടീഷനിൽ എന്ത് നടക്കൂല, സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കൂല. ഈ ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ OH വരൂല. അത് അരൈൽ ഹാലൈഡാ. ഹാലോ അൽക്കൈൻ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും, പക്ഷേ അരൈൽ ഹാലൈഡ് ആയതുകൊണ്ട് ആ ക്ലോറിൻ എന്ത് ചെയ്യാൻ കഴിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ OH വരൂല. ക്ലോറിനെ ഇത് യാതൊരു രീതിയിൽ എന്ത് ചെയ്യില്ല, ബാധിക്കൂല. അപ്പൊ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണ് ആ ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് OH കൊടുക്കുന്ന ഓപ്ഷനും തരാനുള്ള കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അതിൽ പിന്നെ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം ക്ലോറിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. സോ ഏതാ ആൻസർ വരിക? ആൻസർ മെറ്റാക്ലോറോ ബെൻസൈൽ ആൽക്കഹോളും പൊട്ടാസ്യം മെറ്റാക്ലോറോ ബെൻസോയേറ്റും അല്ലെ, ഓപ്ഷൻ 1. ഓക്കെ, ഓപ്ഷൻ 1 അല്ലേ വരാം. നമുക്ക് മറ്റു ഓപ്ഷൻസിലൊക്കെ ക്ലോറിനെ മാറ്റിയിട്ട് അവർ OH കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും സംഭവിക്കൂല, അരൈൽ ഹാലൈഡ് ആയതുകൊണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, IUPAC നെയിമാ. അപ്പൊ 2 IUPAC നെയിമിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഷിഫ്റ്റിൽ വന്നിട്ടുണ്ട്. 2 വളരെ സിമ്പിൾ ആണ്. ഇവിടെ 2 ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, NH2 CN. പ്രയോറിറ്റി കൂടുതൽ ആർക്കാണ്? സയനൈഡിനല്ലേ പ്രയോറിറ്റി കൂടുതൽ. ഓക്കെ, സോ സയനൈഡിന് നമ്മൾ മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട്, സെക്കൻഡറി സഫിക്സ് ആയിട്ട് എടുക്കുക. മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുന്നു. NH2 നമ്മൾ എങ്ങോട്ട് തട്ടണം, പ്രിഫിക്സ് ആയിട്ട് തട്ടണം അല്ലെ. കാരണം ഒന്നിൽ കൂടുതൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ പ്രയോറിറ്റി കൂടിയാലല്ലേ നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുക. സോ 1 2 3 4 5 NH2 പ്രിഫിക്സ് ആണ്. സോ 4 അമിനോ പെൻഡൈൻ നൈട്രൈൽ. സയനൈഡ് വരുമ്പോൾ നൈട്രൈൽ ആട്ടോ, സഫിക്സ് നെയിം നൈട്രൈൽ ആണ്. പ്രിഫിക്സിലെ പേരാണ് സയനോ, ഇവിടെ സയനൈഡ് സഫിക്സിലാണ്, അപ്പൊ നൈട്രൈൽ. 4 അമിനോ പെൻഡൈൻ നൈട്രൈൽ, 4 അമിനോ പെൻഡൈൻ നൈട്രൈൽ. പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യൻസുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. പിന്നെ ഓർഗാനിക് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നെയിമിംഗ് എന്നാണെങ്കിലും പിന്നെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ നോർമലി പറയുന്ന ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസിലെ ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരും ഷിഫ്റ്റിലെ പിന്നെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഈ ചാനലിൽ നമ്മുടെ എജുപോർട്ടിൻ്റെ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ജെയ് മെയിൻസ് എഴുതാൻ പോകുന്ന, ഇപ്പോൾ ജെയ് കഴിയാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ഇനി അടുത്ത ഷിഫ്റ്റുകളിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് പിന്നീട് കാണാം. ശരി, താങ്ക് യു, ബൈ ബൈ.